നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാഡമിയുടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിനിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് 2025 മെയ് മാസത്തെ പ്രധാനപ്പെട്ട സംഭവവികാസങ്ങളാണ്. 2025 മെയ് മാസത്തെ സുപ്രധാനമായ വാർത്തകളിലേക്ക് നമുക്കൊന്ന് നോക്കാം. കേന്ദ്ര കായിക മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന നെഹ്റു യുവ കേന്ദ്രയുടെ പേരിൽ ഒരു മാറ്റം ഉണ്ടായി. മേര യുവ ഭാരത് എന്നാണ് നിലവിലത്തെ പേര്. കേന്ദ്ര കായിക മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന നെഹ്റു യുവ കേന്ദ്രയുടെ പേരാണ് മേര യുവ ഭാരത് എന്നത്. കേരളത്തിലെ ആദ്യ വിമാന കമ്പനിയായ എയർ കേരളയുടെ പ്രവർത്തന കേന്ദ്രമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് എറണാകുളം ജില്ലയിലെ കൊച്ചിയാണ്. കേരളത്തിലെ ആദ്യ വിമാന കമ്പനിയായ എയർ കേരളയുടെ പ്രവർത്തന കേന്ദ്രമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് എറണാകുളം ജില്ലയിലെ കൊച്ചിയാണ്. ജാവലിൻ ത്രോയിൽ 90 മീറ്റർ കടക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര. ജാവലിൻ ത്രോയിൽ 90 മീറ്റർ കടക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര. ദോഹ ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സിൽ 90.23 മീറ്റർ എറിഞ്ഞാണ് നീരജ് ചോപ്ര രണ്ടാം സ്ഥാനം നേടിയത്. ജർമ്മനിയുടെ ജൂലിയൻ വെബറാണ് ഒന്നാം സ്ഥാനത്തെത്തിയത്. 90 മീറ്റർ കടക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര. ജാവലിൻ ത്രോയിലെ പ്രധാന താരമാണ് നീരജ് ചോപ്ര. കവി വിഷ്ണു നാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം വൈഷ്ണവം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 2025 വൈഷ്ണവം സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ശ്രീകുമാരൻ തമ്പിയാണ്. കവി വിഷ്ണു നാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം വൈഷ്ണവം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 2025 വൈഷ്ണവം സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ശ്രീകുമാരൻ തമ്പിയാണ്. 2025 മെയ് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചത് ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് ബ്രഹ്മോസ് മിസൈലിൻ്റെ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചത്. 2025 മെയ്യിൽ അന്തരിച്ച ഇന്ത്യയുടെ ശാസ്ത്ര മ്യൂസിയങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സരോജ് ഘോഷ്. 2025 മെയ്യിൽ ശാസ്ത്ര മ്യൂസിയങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന സരോജ് ഘോഷ് അന്തരിച്ചു. 2025 യുനെസ്കോ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള പൈതൃക രേഖകളാണ് ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും. 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള പൈതൃക രേഖകളാണ് ഭഗവത്ഗീത, നാട്യശാസ്ത്രം എന്നിവ. 2025 മെയ്യിൽ ഇന്ത്യ ചീറ്റകളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അത് ബോട്സ്വാന എന്ന ആഫ്രിക്കൻ രാജ്യത്തു നിന്നാണ്. 2025 മെയ്യിൽ ഇന്ത്യ ബോട്സ്വാനയിൽ നിന്നാണ് ചീറ്റകളെ ഇന്ത്യൻ വനങ്ങളിലേക്ക് എത്തിച്ചത്. ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാനാകുന്ന HD 3385 എന്നത് ഗോതമ്പാണ്. ഏത് ഇനം വിളയാണ് 3385 എന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഗോതമ്പാണ്. ഇത് ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാനാകുന്ന HD 3385 എന്ന വിളയാണ്. 2025 മെയ്യിൽ അന്തരിച്ച പ്രമുഖ ജ്യോതിശ് ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ജയന്ത് നാർലിക്കർ. 2025 മെയ്യിൽ അന്തരിച്ച പ്രമുഖ ജ്യോതിശ് ശാസ്ത്രജ്ഞൻ്റെ പേരാണ് ഡോക്ടർ ജയന്ത് നാർലിക്കർ. യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലെയും യൂണിവേഴ്സിറ്റി ഓഫ് വാഷിംഗ്ടൺ സ്കൂൾ ഓഫ് മെഡിസിനിലെയും ഗവേഷകർ കണ്ടെത്തിയ പുതിയ നിറമാണ് ഒലോ. യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലെയും യൂണിവേഴ്സിറ്റി ഓഫ് വാഷിംഗ്ടൺ സ്കൂൾ ഓഫ് മെഡിസിനിലെയും ഗവേഷകർ കണ്ടെത്തിയ പുതിയ നിറമാണ് ഒലോ. 2025 കബഡി ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനമാണ് ബീഹാർ. 2025 കബഡി ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനമാണ് ബീഹാർ. 2025 മെയ്യിൽ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ മലയാളി വനിതയുടെ പേരാണ് സഫ്രീന ലത്തീഫ്. കണ്ണൂർ ജില്ലയിലെ വേങ്ങാട് സ്വദേശിയാണ് സഫ്രീന ലത്തീഫ്. 2025 മെയ്യിൽ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ മലയാളി വനിതയാണ് സഫ്രീന ലത്തീഫ്. കണ്ണൂർ ജില്ലയിലെ വേങ്ങാട് സ്വദേശിനിയാണ്. ഭീകരാക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ സ്മരണാർത്ഥം ഐക്യദാർഢ്യ മരം സ്ഥാപിച്ചത് ന്യൂയോർക്കാണ്. ഭീകരാക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ സ്മരണാർത്ഥം ഐക്യദാർഢ്യ മരം സ്ഥാപിച്ചത് ന്യൂയോർക്കാണ്. 2025 മെയ്യിൽ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ താരമാണ് വിരാട് കോഹ്ലി. 2025 മെയ്യിൽ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ താരമാണ് വിരാട് കോഹ്ലി. 2025 മെയ്യിൽ അന്തരിച്ച ഇന്ത്യയുടെ ആണവ റിയാക്ടറുകളുടെ ശില്പി എന്നറിയപ്പെടുന്ന ആണവോർജ്ജ കമ്മീഷന്റെ മുൻ ചെയർമാനാണ് ഡോക്ടർ MR ശ്രീനിവാസൻ.
2025 മെയ്യിൽ അന്തരിക്കുകയും ഇന്ത്യയുടെ ആണവ റിയാക്ടറുകളുടെ ശില്പി എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്ത മുൻ ആണവോർജ കമ്മീഷൻ ചെയർമാനാണ് ഡോക്ടർ M.R. ശ്രീനിവാസൻ. സാമൂഹ്യ പരിഷ്കർത്താക്കളായ ജ്യോതിറാവു ഫൂലെയുടെയും അദ്ദേഹത്തിൻ്റെ പങ്കാളി സാവിത്രിഭായ് ഫൂലെയുടെയും ജീവിതം പ്രമേയമാക്കിയ ഹിന്ദി ചിത്രമാണ് ഫൂലെ എന്നത്. ഇതിൻ്റെ സംവിധായകൻ്റെ പേരാണ് അനന്ത് മഹാദേവൻ. അനന്ത് മഹാദേവനാണ് ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ. ഇന്ത്യയിലെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പേവിഷ, പാമ്പുവിഷ വാക്സിൻ ലഭ്യത ഉറപ്പാക്കുവാൻ ആരംഭിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് സൂവിൻ എന്നത്. സൂവിൻ എന്നത് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. ഇന്ത്യയിലെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പേവിഷ, പാമ്പുവിഷ വാക്സിൻ ലഭ്യത ഉറപ്പാക്കാൻ ആരംഭിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് സൂവിൻ എന്നത്. 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യമാണ് ഇന്ത്യ. 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യമാണ് ഇന്ത്യ. ജക്കാർത്തയിൽ നിന്ന് ഏത് നഗരത്തിലേക്കാണ് ഇന്തോനേഷ്യ തലസ്ഥാനം മാറ്റുന്നത് എന്നതാണ് മറ്റൊരു സുപ്രധാനമായ ചോദ്യം. നുസാന്തര എന്നതാണ് ഈ നഗരം. ജക്കാർത്തയിൽ നിന്ന് ഏത് നഗരത്തിലേക്കാണ് ഇന്തോനേഷ്യ തലസ്ഥാനം മാറ്റുന്നത് എന്നതാണ് ചോദ്യം. നുസാന്തര എന്നതാണ് ഈ തലസ്ഥാനം. സ്ത്രീകളുടെ പേരിൽ വീട്, വസ്തു തുടങ്ങിയവ വാങ്ങിയാൽ 1% ഫീസ് ഇളവ് അനുവദിക്കണം എന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. സ്ത്രീകളുടെ പേരിൽ വീട്, വസ്തു തുടങ്ങിയവ വാങ്ങിയാൽ 1% ഫീസ് ഇളവ് അനുവദിക്കണം എന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. രണ്ടാമത് ഏഷ്യൻ യോഗാസന ചാമ്പ്യൻഷിപ്പ് 2025 വേദിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ന്യൂഡൽഹിയാണ്. രണ്ടാമത് ഏഷ്യൻ യോഗാസന ചാമ്പ്യൻഷിപ്പ് 2025 വേദിയാണ് ന്യൂഡൽഹി. സംസ്ഥാന വ്യാപകമായി വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ സുതാര്യത. സംസ്ഥാന വ്യാപകമായി വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ സുതാര്യത. സംഗീതോപകരണങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള കലയ്ക്ക് GI ടാഗ് ലഭിച്ച മീറജ് നഗരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. സംഗീതോപകരണങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള കലയ്ക്ക് ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ച മീറജ് എന്ന നഗരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. പത്മപ്രഭ മെമ്മോറിയൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 2025 പത്മപ്രഭ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആലങ്കോട് ലീലാകൃഷ്ണനാണ്. പത്മപ്രഭ മെമ്മോറിയൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 2025 പത്മപ്രഭ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആലങ്കോട് ലീലാകൃഷ്ണനാണ്. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ പുതിയ ചെയർമാനായി നിയമിതനായ വ്യക്തിയുടെ പേരാണ് നിപുൺ അഗർവാൾ. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ പുതിയ ചെയർമാനായി നിയമിതനായ വ്യക്തിയുടെ പേരാണ് നിപുൺ അഗർവാൾ. ജീവന് സാധ്യത കൽപ്പിച്ച് കേംബ്രിഡ്ജ് ഗവേഷകർ സൗരയൂഥത്തിന് പുറത്ത് കണ്ടെത്തിയ ഗ്രഹമാണ് K2-18b എന്നത്. ജീവന് സാധ്യത കൽപ്പിച്ച് കേംബ്രിഡ്ജ് ഗവേഷകർ സൗരയൂഥത്തിന് പുറത്ത് കണ്ടെത്തിയ ഗ്രഹമാണ് K2-18b എന്നത്. അടുത്തിടെ തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ച ഉൽപ്പന്നമാണ് തോവാള മാണിക്യമാല. അടുത്തിടെ തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ച ഉൽപ്പന്നമാണ് തോവാള മാണിക്യമാല എന്നത്. അടുത്തിടെ അമേരിക്കൻ മെറിറ്റ് കൗൺസിൽ ഹിസ്റ്ററി മാൻ ഓഫ് ഇന്ത്യ എന്ന ബഹുമതി നൽകി ആദരിച്ച മലയാളിയാണ് ജിതേഷ് ജി. അടുത്തിടെ അമേരിക്കൻ മെറിറ്റ് കൗൺസിൽ ഹിസ്റ്ററി മാൻ ഓഫ് ഇന്ത്യ ബഹുമതി നൽകി ആദരിച്ച മലയാളിയുടെ പേരാണ് ജിതേഷ് ജി. ചിത്രകലയുടെ അരങ്ങിലെ ആവിഷ്കാരമായ വരയരങ്ങ് തനത് കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവാണ് ജിതേഷ് ജി. ചിത്രകലയുടെ അരങ്ങിലെ ആവിഷ്കാരമായ വരയരങ്ങ് എന്ന തനത് കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവാണ് ജിതേഷ് ജി. പ്രഥമ കേരള ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് 2025 വേദി തിരുവനന്തപുരമാണ്. പ്രഥമ കേരള ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് 2025 വേദിയാണ് തിരുവനന്തപുരം. ടണൽ ബോറിംഗ് മെഷീൻ ഉപയോഗിച്ച് റെയിൽവേ വിജയകരമായി നടപ്പിലാക്കുന്ന ആദ്യ തുരങ്ക നിർമ്മാണമാണ് ജനാസു തുരങ്കം. ടണൽ ബോറിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് റെയിൽവേ വിജയകരമായി നടപ്പിലാക്കുന്ന ആദ്യ തുരങ്ക നിർമ്മാണമാണ് ജനാസു തുരങ്കം. 2025 കബഡി ലോകകപ്പ് പുരുഷ വിഭാഗം കിരീടം നേടിയത് ഇന്ത്യയാണ്. 2025 കബഡി ലോകകപ്പ് പുരുഷ വിഭാഗം കിരീടം നേടിയത് ഇന്ത്യയാണ്. വേദി UK ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡാറ്റാ സെൻറ്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI ഡാറ്റാ സെൻറ്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. പൂർണ്ണമായും ട്രാൻസ് ഷിപ്മെൻറ്റ് തുറമുഖമായി രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖമാണ് വിഴിഞ്ഞം. പൂർണ്ണമായും ട്രാൻസ് ഷിപ്മെൻറ്റ് തുറമുഖമായി രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. കുപ്രസിദ്ധമായ
അൽകാട്രാസ് ജയിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് അമേരിക്ക. കുപ്രസിദ്ധമായ അൽകാട്രാസ് ജയിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് അമേരിക്ക. 2025 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത കവിയാണ് പ്രഭാവർമ്മ. 2025 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത കവിയാണ് പ്രഭാവർമ്മ. ഇന്ത്യയിൽ ആദ്യമായി പട്ടികജാതിക്കാർക്ക് ഉപസംവരണം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് തെലങ്കാന. ഇന്ത്യയിൽ ആദ്യമായി പട്ടികജാതിക്കാർക്ക് ഉപസംവരണം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് തെലങ്കാന. 267 മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത് കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രേവോയാണ്. കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രേവോ ഇദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന പേര് ലൂയി 14 എന്നതാണ്. 14 എന്ന പേരാണ് ഇദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന പേര്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് 2025 പ്രകാരം മാനവ വികസന സൂചിക 2023 ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഐസ്ലൻഡാണ്. ലൂയി അല്ല, ലിയോ 14 എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ലിയോ 14 ആണ്. ലിയോ 14 എന്ന പേരാണ് ഇദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രേവോ സ്വീകരിച്ചിരിക്കുന്ന പേരാണ് ലിയോ 14. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് 2025 പ്രകാരം മാനവ വികസന സൂചിക 2023 ഒന്നാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഐസ്ലൻഡ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് 2025 പ്രകാരം മാനവ വികസന സൂചിക 2023 ഒന്നാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഐസ്ലൻഡ്. രണ്ടാം സ്ഥാനത്ത് നോർവേയാണ്. മൂന്നാം സ്ഥാനത്തുള്ളത് സ്വിറ്റ്സർലൻഡും. ഇന്ത്യയുടെ സ്ഥാനം 130. ഇന്ത്യയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ പ്രവർത്തനമാരംഭിക്കുന്ന ആദ്യ US സർവകലാശാലയാണ് ഇല്ലിനോയിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മുംബൈ എന്നത്. ഇല്ലിനോയിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മുംബൈ ആണ് ഇന്ത്യയിൽ പ്രവർത്തനമാരംഭിക്കുന്ന ആദ്യ US സർവകലാശാല. 2025 മെയ്യിൽ രൂപീകൃതമായതിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന സംസ്ഥാനമാണ് സിക്കിം. 2025 മെയ്യിൽ രൂപീകൃതമായതിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന സംസ്ഥാനമാണ് സിക്കിം. 2025 മെയ്യിൽ രൂപീകൃതമായതിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന സംസ്ഥാനമാണ് സിക്കിം. ലോക അത്ലറ്റിക്സ് ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന പ്രഥമ നീരജ് ചോപ്ര ക്ലാസിക് ജാവലിൻ ത്രോ മത്സരത്തിൻ്റെ വേദിയായി നിശ്ചയിച്ചിരിക്കുന്നത് ബാംഗ്ലൂരു ആയിരുന്നു. ഇത് മാറ്റിവെക്കപ്പെട്ടു. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് മാറ്റിവെക്കപ്പെട്ടിരുന്നു. ലോകത്തിലെ ആദ്യ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഈ മെഥനോൾ പ്ലാന്റ് നിലവിൽ വന്നത് ഡെൻമാർക്കിലാണ്. ഡെൻമാർക്കിലാണ് ലോകത്തിലെ ആദ്യ വാണിജ്യാടിസ്ഥാനത്തിലുള്ള മെഥനോൾ പ്ലാന്റ് നിലവിൽ വന്നത്. അന്താരാഷ്ട്ര നേഴ്സസ് ദിനമായി ആചരിക്കുന്നത് മെയ് 12. മെയ് 12 അന്താരാഷ്ട്ര നേഴ്സസ് ദിനമായി ആചരിക്കുന്നത്. 2025 അന്താരാഷ്ട്ര നേഴ്സസ് ദിനത്തിൻ്റെ പ്രമേയമാണ് നമ്മുടെ നേഴ്സുമാർ നമ്മുടെ ഭാവി. നേഴ്സുമാരെ പരിപാലിക്കുന്നത് സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നു എന്നത്. 2025 അന്താരാഷ്ട്ര നേഴ്സസ് ദിനത്തിൻ്റെ പ്രമേയമാണ് നമ്മുടെ നേഴ്സുമാർ നമ്മുടെ ഭാവി, നേഴ്സുമാരെ പരിപാലിക്കുന്നത് സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നു എന്നത്. അവർ നേഴ്സസ് അവർ ഫ്യൂച്ചർ, കെയറിംഗ് ഫോർ നേഴ്സസ് സ്ട്രെങ്തൻസ് എക്കോണമിക്സ് എന്നതാണ് ഇവിടുത്തെ വാക്യം. ഏഷ്യൻ കഴുകന്മാർക്ക് വേണ്ടി ലോകത്തിലെ ആദ്യത്തെ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് ഉത്തർപ്രദേശിലാണ്. ഏഷ്യൻ കഴുകന്മാർക്ക് വേണ്ടി ലോകത്തിലെ ആദ്യത്തെ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് ഉത്തർപ്രദേശിലാണ്. ലോകത്തിൽ ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്ലിക്കേഷനാണ് ചാറ്റ് GPT എന്നത്. ലോകത്തെ ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്ലിക്കേഷനാണ് ചാറ്റ് GPT. 2025 മെയ്യിൽ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി നൽകി ആദരിക്കപ്പെട്ട കായിക താരമാണ് നീരജ് ചോപ്ര. ഇദ്ദേഹം ഒരു ജാവലിൻ ത്രോ താരമാണ്. 2025 മെയ്യിൽ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി നൽകി ആദരിക്കപ്പെട്ട കായിക താരമാണ് നീരജ് ചോപ്ര. 2025 ലോക മാതൃദിനമാണ് മെയ് 11. 2025 ലോക മാതൃകാ ദിനമാണ് മെയ് 11. ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത ഡാറ്റാ സെൻറ്റർ പാർക്ക് നിലവിൽ വരുന്നത് ഛത്തീസ്ഗഡിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത ഡാറ്റാ സെൻറ്റർ പാർക്ക് നിലവിൽ വരുന്നത് ഛത്തീസ്ഗഡിലാണ്. അടുത്തിടെ മഹാരാഷ്ട്രയിലെ ഇത്വാരി റെയിൽവേ സ്റ്റേഷൻ ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തത്? മഹാരാഷ്ട്രയിലെ ഇത്വാരി റെയിൽവേ സ്റ്റേഷൻ ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തത്? അത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ പേരിലാണ് പുനർനാമകരണം ചെയ്തത്. 2025 മെയ്യിൽ നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേരളത്തിലെ ജില്ലയുടെ പേരാണ് മലപ്പുറം. 2025 മെയ്യിൽ നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേരളത്തിലെ ജില്ലയാണ് മലപ്പുറം. ലോകത്തിലെ ആദ്യ ഊർജ്ജ പ്രസരണ ഉദ്യാനം നിലവിൽ വന്നത് ബാബുജി വനം അഥവാ തെലങ്കാനയിലെ കൻഹ ശാന്തിവനത്തിലാണ്. ലോകത്തിലെ ആദ്യ ഊർജ്ജ പ്രസരണ ഉദ്യാനം നിലവിൽ വന്നത് ബാബുജി വനം. ഇത് തെലങ്കാനയിലാണ്. കൻഹ ശാന്തിവനം എന്നാണ് ഇത് അറിയപ്പെടുന്നത്.
ഇന്ത്യയിലെ ആദ്യത്തെ എയർ ആംബുലൻസ് സർവീസ് സഞ്ജീവനി ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ എയർ ആംബുലൻസ് സർവീസസ് സഞ്ജീവനി ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. 2025 അന്താരാഷ്ട്ര മില്ലറ്റ്സ് ഫെസ്റ്റിവലിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനമാണ് കർണാടക. 2025 അന്താരാഷ്ട്ര മില്ലറ്റ്സ് ഫെസ്റ്റിവലിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനമാണ് കർണാടക. ബ്രഹ്മോസ് മിസൈൽ വാങ്ങുന്നതിനായി അടുത്തിടെ ഇന്ത്യയുമായി കരാർ ഒപ്പിട്ട രണ്ടാമത്തെ രാജ്യമാണ് വിയറ്റ്നാം. ബ്രഹ്മോസ് മിസൈൽ വാങ്ങുന്നതിനായി അടുത്തിടെ ഇന്ത്യയുമായി കരാർ ഒപ്പിട്ട രണ്ടാമത്തെ രാജ്യമാണ് വിയറ്റ്നാം. ആദ്യത്തെ രാജ്യം ഫിലിപ്പീൻസ് ആണ്. 2025 അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ പ്രമേയമാണ് യോഗ ഒരു ഭൂമി ഒരു ആരോഗ്യം. യോഗ ഒരു ഭൂമി ഒരു ആരോഗ്യം, യോഗ ഫോർ വൺ എർത്ത് ആൻഡ് വൺ ഹെൽത്ത് എന്നതാണ് 2025 അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ പ്രമേയം. അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്നത് എല്ലാ വർഷവും ജൂൺ 21. ഗുജറാത്തിലെ ജാംനഗറിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡേറ്റാ സെൻറ്റർ നിർമ്മിക്കാൻ പോകുന്ന കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. ഗുജറാത്തിലെ ജാംനഗറിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റാ സെൻറ്റർ നിർമ്മിക്കാൻ പോകുന്ന കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. കേരളത്തിൻ്റെ പുതിയ എയർഫോഴ്സ് മേധാവിയായി നിയമിതനായത് യോഗേഷ് ഗുപ്തയാണ്. കേരളത്തിൻ്റെ പുതിയ എയർഫോഴ്സ് മേധാവിയായി നിയമിതനായത് യോഗേഷ് ഗുപ്തയാണ്. പ്രവാസികൾക്ക് ചികിത്സ മുതൽ കലാപഠനം വരെ നടത്തുന്നതിനുള്ള സൗകര്യമൊരുക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് ലോക കേരളം ഓൺലൈൻ എന്നത്. പ്രവാസികൾക്ക് ചികിത്സ മുതൽ കലാപഠനം വരെ നടത്തുന്നതിനുള്ള സൗകര്യമൊരുക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് ലോക കേരളം ഓൺലൈൻ എന്നത്. എറണാകുളത്തെ ആദ്യ ഹരിത വിനോദസഞ്ചാര കേന്ദ്രമാണ് പാണിയേലി പോര് എന്നത്. എറണാകുളത്തെ ആദ്യ ഹരിത വിനോദസഞ്ചാര കേന്ദ്രമാണ് പാണിയേലി പോര് എന്നത്. ലോകം മാധ്യമ സ്വാതന്ത്ര്യ സൂചിക 2025 ഒന്നാം സ്ഥാനത്തുള്ളത് ഫിൻലൻഡാണ്. ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ 2025 ഒന്നാം സ്ഥാനത്തുള്ളത് ഫിൻലൻഡാണ്. രണ്ടാം സ്ഥാനത്ത് എസ്റ്റോണിയയാണ്. മൂന്നാം സ്ഥാനത്ത് നെതർലൻഡ്സ്. ഇന്ത്യ 151 സ്ഥാനത്താണ്. ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചിക 2025 പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ളത് ഫിൻലൻഡ്, രണ്ടാം സ്ഥാനത്തുള്ളത് എസ്റ്റോണിയ, മൂന്നാം സ്ഥാനത്തുള്ളത് നെതർലൻഡ്സ്. ഇന്ത്യയുടെ സ്ഥാനം 151. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയാണ് അമൃതം ആരോഗ്യം എന്നത്. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേരാണ് അമൃതം ആരോഗ്യം എന്നത്. ഇന്ത്യയിലെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത് അമരാവതിയിലാണ്, ആന്ധ്രാപ്രദേശിലാണ് അമരാവതി. ഇന്ത്യയിലെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത് ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലാണ്. പ്രഥമ ദുദ്വ ഫെസ്റ്റിവലിന് വേദിയാകുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. പ്രഥമ ദുദ്വ ഫെസ്റ്റിവലിന് വേദിയാകുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശാണ് പ്രഥമ ദുദ്വ ഫെസ്റ്റിവലിന് വേദിയാകുന്ന സംസ്ഥാനം. ഗുജറാത്ത് സംസ്ഥാനത്തിൽ നിലവിൽ വന്ന പുതിയ ജില്ലയുടെ പേരാണ് വാവ് തരാഡ്. ഗുജറാത്ത് സംസ്ഥാനത്തിൽ നിലവിൽ വന്ന പുതിയ ജില്ലയുടെ പേരാണ് വാവ് തരാഡ്. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട് ആണ് സ്ഥിതി ചെയ്യുന്നത്. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. ഇവിടെ ഉൽപ്പാദിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ളതും പ്രത്യേക സുഗന്ധം ഉള്ളതുമായ മഞ്ഞൾ ഇനത്തിൻ്റെ പേരാണ് IISR സൂര്യ എന്നത്. IISR സൂര്യ എന്നത് ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം ഉൽപ്പാദിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ളതും പ്രത്യേക സുഗന്ധമുള്ളതുമായ മഞ്ഞൾ ഇനമാണ്. കേരളത്തിലെ ആദ്യ അതിദാരിദ്ര്യ മുക്ത മണ്ഡലമാണ് കണ്ണൂർ ജില്ലയിലെ ധർമ്മടം. കേരളത്തിലെ ആദ്യ അതിദാരിദ്ര്യ മുക്ത മണ്ഡലമാണ് കണ്ണൂർ ജില്ലയിലെ ധർമ്മടം. ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് വൈഭവ് സൂര്യവംശി. ബീഹാറുകാരനായ വൈഭവ് സൂര്യവംശിയുടെ പ്രായം 14 വയസ്സാണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ അല്ലെങ്കിൽ ഏറ്റവും സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരമെന്ന് പറയുന്നത് ബീഹാറുകാരനായ വൈഭവ് സൂര്യവംശിയാണ്. 14 വയസ്സുകാരനാണ് വൈഭവും. IPL ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ താരവും വൈഭവ് സൂര്യവംശിയാണ്. ആദ്യ താരം വെസ്റ്റ് ഇൻഡീസിൻ്റെ ക്രിസ് ഗെയിലാണ്. 2025 ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ഷൂട്ടിംഗ് പരിശീലകനാണ് പ്രൊഫസർ സണ്ണി തോമസ്. 2025 ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ഷൂട്ടിംഗ് പരിശീലകനാണ് പ്രൊഫസർ സണ്ണി തോമസ്. ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെ ഗ്ലോബൽ നെറ്റ്വർക്ക് പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള നഗരമാണ് കോഴിക്കോട്. ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെ ഗ്ലോബൽ നെറ്റ്വർക്ക് പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള നഗരമാണ് കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ വയോജന സൗഹൃദ നഗരമാണ് കൊച്ചി. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സംയുക്ത സൈനിക നടപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സംയുക്ത സൈനിക നടപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ.
ഓപ്പറേഷൻ സിന്ദൂറിനെ സൈനിക നടപടികളെക്കുറിച്ച് വിശദീകരണം നൽകിയ വനിതാ ഓഫീസർമാരാണ് കേണൽ സോഫിയ ഖുറേഷി, വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് എന്നിവർ. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സൈനിക നടപടികളെക്കുറിച്ച് വിശദീകരണം നൽകിയ വനിതാ ഓഫീസർമാരുടെ പേരാണ് കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും. 2024 മെയ്യിൽ അന്തരിച്ച പ്രശസ്ത മലയാളി സാക്ഷരതാ പ്രവർത്തകയുടെ പേരാണ് KV റാബിയ. 2024 മെയ്യിൽ അന്തരിച്ച പ്രശസ്ത മലയാളി സാക്ഷരതാ സാമൂഹ്യ പ്രവർത്തകയുടെ പേരാണ് KV റാബിയ. KV റാബിയയുടെ ആത്മകഥയുടെ പേരാണ് സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് എന്നത്. KV റാബിയയുടെ ആത്മകഥയുടെ പേരാണ് സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് എന്നത്. KSRTC ബസ്സുകളിൽ ടിക്കറ്റ് എടുക്കുന്നത് ഉൾപ്പെടെയുള്ള സേവനങ്ങൾക്കായി തയ്യാറാക്കിയ ആപ്പിൻ്റെ പേരാണ് ചലോ ആപ്പ്. KSRTC ബസ്സുകളിൽ ടിക്കറ്റ് എടുക്കുന്നത് ഉൾപ്പെടെയുള്ള സേവനങ്ങൾക്കായി തയ്യാറാക്കിയ ആപ്പാണ് ചലോ ആപ്പ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഔദ്യോഗികമായി രാജ്യത്തിന് സമർപ്പിച്ചത് 2005 മെയ് 2-നാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഔദ്യോഗികമായി രാജ്യത്തിന് സമർപ്പിച്ചത് 2025 മെയ് 2-നാണ്. പ്രഥമ MP വീരേന്ദ്രകുമാർ സ്മാരക ദേശീയ പുരസ്കാരം 2025 ലഭിച്ചിരിക്കുന്നത് പാണ്ഡുരംഗ ഹെഗ്ഡേക്കാണ്. പാണ്ഡുരംഗ ഹെഗ്ഡെ അപ്പിക്കോ എന്ന പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ്. കർണാടകയിൽ വൃക്ഷസംരക്ഷണത്തിനായിട്ട് നിലവിൽ വന്ന പ്രസ്ഥാനമാണ് അപ്പിക്കോ മൂവ്മെൻറ്റ്. അപ്പിക്കോ മൂവ്മെൻറ്റിൻ്റെ നേതാവായ പാണ്ഡുരംഗ ഹെഗ്ഡേക്കാണ് പ്രഥമ MP വീരേന്ദ്രകുമാർ സ്മാരക ദേശീയ പുരസ്കാരം 2025 ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം എന്ന പേര് കിട്ടിയിരിക്കുന്നത് കേരളത്തിനാണ്. ഇന്ത്യയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിലെ ആദ്യ പോളാർ മ്യൂസിയം നിലവിൽ വരുന്നത് ഗോവയിലാണ്. ഇന്ത്യയിലെ ആദ്യ പോളാർ മ്യൂസിയം നിലവിൽ വരുന്നത് ഗോവയിലാണ്. ദേശീയ സുരക്ഷാ സമിതി അധ്യക്ഷനായി നിയമിതനായത് അലോക് ജോഷിയാണ്. ദേശീയ സുരക്ഷാ സമിതി അധ്യക്ഷനായി നിയമിതനായത് അലോക് ജോഷിയാണ്. പൊതുവിദ്യാലയങ്ങളിലെ 1-ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളുടെ തിരഞ്ഞെടുത്ത ഡയറിക്കുറിപ്പുകളുടെ സമാഹാരമാണ് കുരുന്നെഴുത്തുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പൊതുവിദ്യാലയങ്ങളിലെ 1-ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളുടെ തിരഞ്ഞെടുത്ത ഡയറിക്കുറിപ്പുകളുടെ സമാഹാരമാണ് കുരുന്നെഴുത്തുകൾ എന്നറിയപ്പെടുന്നത്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിനാണ്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിനാണ്. തദ്ദേശ വകുപ്പ് സംഘടിപ്പിച്ച വൃത്തി 2025 ദേശീയ കോൺക്ലേവിൻ്റെ വേദിയാണ് തിരുവനന്തപുരം ജില്ലയിൽ കനകക്കുന്ന്. തദ്ദേശ വകുപ്പ് സംഘടിപ്പിച്ച വൃത്തി 2025 ദേശീയ കോൺക്ലേവിൻ്റെ വേദിയാണ് തിരുവനന്തപുരം ജില്ലയിലെ കനകക്കുന്ന്. സൗരോർജ്ജമടക്കം പകൽ അധികമുള്ള വൈദ്യുതി ബാറ്ററിയിൽ സംഭരിച്ച് രാത്രി തിരിച്ചു ലഭിക്കുന്ന പദ്ധതിയാണ് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം എന്നത്. സൗരോർജ്ജമടക്കം പകൽ അധികമുള്ള വൈദ്യുതി ബാറ്ററിയിൽ സംഭരിച്ച് രാത്രി തിരിച്ചു ലഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം എന്നത്. ഡോക്ടർ ഭീമറാവു അംബേദ്കർ അഭയാരണ്യ എന്ന പേരിൽ പുതിയ വന്യജീവി സങ്കേതം നിലവിൽ വരുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഡോക്ടർ ഭീംറാവു അംബേദ്കർ അഭയാരണ്യ എന്ന പേരിൽ പുതിയ വന്യജീവി സങ്കേതം നിലവിൽ വരുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ്. അന്താരാഷ്ട്ര തൊഴിലാളി ദിനമാണ് മെയ് 1. മെയ് 1 അന്താരാഷ്ട്ര തൊഴിലാളി ദിനമാണ്. 2025 തകഴി ചെറുകഥാ പുരസ്കാരത്തിന് അർഹനായത് വിമീഷ് മണിയൂരാണ്. 2025 തകഴി ചെറുകഥാ പുരസ്കാരത്തിന് അർഹനായത് വിമീഷ് മണിയൂരാണ്. കൃതി മോനിയലല്ല ആണ്. കൃതി അദ്ദേഹത്തിൻ്റെ പേരാണ് മോനിയലല്ല എന്നത്. 2025 ലോകാരോഗ്യ സംഘടനയുടെ റോഡ് സുരക്ഷാ സൂചികയിൽ ലോകത്ത് ഏറ്റവും സുരക്ഷിതമായി വാഹനമോടിക്കാവുന്ന രാജ്യമാണ് നോർവേ. 2025 ലോക ആരോഗ്യ സംഘടനയുടെ റോഡ് സുരക്ഷാ സൂചികയിൽ ലോകത്ത് ഏറ്റവും സുരക്ഷിതമായി വാഹനം ഓടിക്കാവുന്ന രാജ്യമാണ് നോർവേ. ഇന്ത്യയുടെ സ്ഥാനം 49-ാമതാണ്. അടുത്തിടെ പൊട്ടിത്തെറിച്ച ലെവോട്ടോബി ലാക്കി ലാക്കി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഇന്തോനേഷ്യ. അടുത്തിടെ പൊട്ടിത്തെറിച്ച ലെവോട്ടോബി ലാക്കി ലാക്കി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഇന്തോനേഷ്യ. കേരളത്തിൻ്റെ ആദ്യ ഹൈഡ്രജൻ ബസ് പ്രവർത്തനം ആരംഭിച്ചത് കൊച്ചിയിലാണ്. കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കൊച്ചിയിലാണ്. ബാസിസ് അക്കാഡമിയുടെ 2025 മെയ് മാസത്തെ കറണ്ട് അഫയേഴ്സ് വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വാർത്താ ബുള്ളറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്